എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഐ എം ശങ്കുസ് വ്ലോഗ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നാരുട്ടോ ഡിവൈനിങ് ദ സ്റ്റോമാണ്. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ വേദന ഉണ്ട്, അതാണ് വോയിസുമായിട്ട് സംസാരിക്കുന്നത്, വേറെ ഒന്നുമല്ല ഗൈസ്. ഓക്കെ, വീഡിയോ നാരുട്ടോ ഡിവൈനിങ് ദ സ്റ്റോം ഇങ്ങനെ പറയാൻ അറിയില്ല, അതാണ് ഗൈസ് ആരും വിചാരിക്കല്ലേ. ഇതാണ് നമ്മളിപ്പോൾ ഗെയിമിൻ്റെ ഇൻട്രോനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ പക്ക ഇൻട്രോ അല്ലേ? ഓരോരോ എന്താ പ്ലേയേഴ്സിൻ്റെ അവരുടെ സ്കില്ല് കാണിക്കണം. നൈസ് ഇൻട്രോ കേട്ടോ, പാട്ട് കേട്ടിരിക്കാനും നല്ല ഇൻട്രോ ആണ്. ഈ ഗെയിമിൻ്റെ സൈസ് ഒരു 3 GB ആണ്. കേട്ടാൻ കുറച്ച് പണിയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാഗുണ്ട്, പിന്നെ കട്ടൗട്ട് ഇടയ്ക്കിടെ പോവുകയും ചെയ്യും. പിന്നെ ഗെയിമിൻ്റെ കാര്യം നല്ല ഗെയിമാണ്, ഗ്രാഫിക്സുള്ള ഗെയിമാണ്, എല്ലാ ഡീറ്റെയിൽസും അത് നമ്മളെ പക്ക അനിമേറ്റ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ നാരുട്ടോ മാത്രമേ ഉള്ളൂ, ഷിപ്പുടെ ഇതിലില്ല. നാരുട്ടോ ക്യാരക്ടേഴ്സ് മാത്രമല്ല, അതായത് ഡൈഡാര ആക്കാട്സുഖത്ത് അങ്ങനെ ആരുമില്ല. ആക്കാട്സുഖത്ത് ആകെ ഇറ്റാലി ഡിസാനി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ. പിന്നെ ഫസ്റ്റൊക്കെ ആകെ സെക്കൻഡൊക്കെ ആകെ അവരൊക്കെ ഉള്ളൂ. ഇപ്പോൾ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ പ്ലേസ് ആയിട്ട്. അതിൻ്റെ സ്കില്ലും പക്കയാട്ടോ എല്ലാം. മൈഡിക്കൈഡൊക്കെ ഗേറ്റിംഗ് കാണണോ, ഏതാ ഒറിജിനൽ കാണുന്നറിയോ? മിഷൻ സാധനമൊക്കെ നാരുട്ടോ 9 മോഡുണ്ട്. എന്താ സാസ്കയുടെ കട്സ് മാർക്കുണ്ട്, തന്നെ. പിന്നെ ലീങ്ക് ചോക്കും ഗാരയുടെ മോഡുണ്ട്. നൈസ് സംഭവമാണ്. ഇതാണ് കൈസ് നാരുട്ടോ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കളിച്ച ഇതാണ് എന്താ നമ്മളുടെ നാരുട്ടോ സീസണിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിന് സ്റ്റാർട്ട് ആദ്യം കാണിക്കുക. സാസ്കെ വില്ലേജ് വിട്ടു പോകുന്ന ഭാഗം ആദ്യം കാണിക്കുന്നവിടെ. നൈസ് സംഭവമാണ് അത് കാണാൻ. ഇതപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ആദ്യം ലോഗിൻ ചെയ്യണം. പക്ഷെ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, കാര്യം ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ്, വേറൊന്നുമില്ല. നമ്മൾ ഗെയിമിലേക്ക് കയറിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഇതിൽ 2 മോഡുണ്ട്, അൾട്ടിമേറ്റ് സീസൺ മോഡും പിന്നെ ഓപ്ഷൻ മോഡ്, പിന്നെ ഫ്രീ ബാറ്റിലും ഏത് ബാറ്ററി യൂസ് ചെയ്യുക. എന്നിട്ട് അൾട്ടിമേറ്റ് മിഷൻ വെച്ചാൽ നമ്മളൊക്കെ ഓരോ മിഷൻ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ഈ സ്ഥലത്ത് പോകണം, ഓരോ മിഷൻ ഉണ്ട്. നമ്മളെന്താ ഗന്നി റാങ്ക് മിഷന്, റാങ്ക് ബി റാങ്ക് നല്ല മിഷൻ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് മിഷൻ കിട്ടിയിരിക്കുകയാണ്, അത് കക്കാശിനായിട്ട് മിഷൻ കിട്ടിയിരിക്കുകയാണ് നമുക്കിപ്പോൾ. അത് നമ്മൾ കക്കാശിനെ ആദ്യമായിട്ട് കാണുന്നതും നമ്മൾ ടീം വർക്ക് ചെയ്യുന്ന മിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ബി റാങ്സാണ്. ബി റാങ്ക് കുഴപ്പമില്ല, നൈസാണ്. 500 റിയോ കിട്ടും. നമുക്ക് റിയോ കൊണ്ട് സ്കില്ല് മേടിക്കാം. സ്കില്ല് ചില ഓരോരോ ക്യാരക്ടറിന് സ്കില്ല്, DVD, ഫിലിം, പിന്നെ ഓരോരോ എപ്പിക് ബാറ്റിൽ, പിന്നെ ഓരോരോ കാർട്ടൂണിൻ്റെ കിറ്റ് മേടിക്കാം. അങ്ങനെ സംഭവം നൈസല്ല സംഭവം, ഭയങ്കര രസം കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക പ്ലീസ്. കക്കാശി മോസ്റ്റ് വാല്യുബിൾ സീസൺ ടീം വർക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് പറയാതെ ശരിയാ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയും കക്കാശിയോട് മാച്ച്. ഇത് നമ്മളിപ്പോൾ ഈസി മോഡാണ് സെലക്ട് ചെയ്യാൻ കാരണം കക്കാശി ചെറിയ ഉപയോഗിച്ചാൽ നമുക്ക് പിടിച്ചിടാൻ പറ്റുന്ന നിൽക്കാൻ പറ്റില്ല അവിടെ. ഇതിൽ ഓരോരുത്തരും ഓരോ എപ്പിക് മൂവ്സ് ഉണ്ട്, പിന്നെ നിഞ്ചിറ്റ്സ് പോലൊക്കെ ഉണ്ട്. നൈസ് സംഭവം അതൊക്കെ. കക്കാശി ആദ്യം ഭയങ്കര രസമാണ് കാണാൻ. നമുക്കതിൽ ഓരോ എസ്കേപ്പ് ആവാനും ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കളിക്കാൻ ടഫാട്ടാറ്. കക്കാശി നല്ലതാണ്, കുഴപ്പമില്ല. കക്കാശിയുടെ ഹെൽത്ത് ബാർ പറയുന്നുണ്ട് മുകളിൽ. ഈ നീല സംഭവം ചക്കരയാട്ട നാരുട്ടോയുടെ എന്താ മെയിൻ ജിറ്റ്സ് വെച്ച് ആളെ കൊണ്ട് ഉപയോഗിക്കും. ഇപ്പോൾ എനിക്ക് വർക്കാവുന്നുള്ളത് കക്കാശി നീകളി ശടകം കിട്ടില്ല, കെട്ടി നാരുട്ടോയുടെ എന്താ ആയിട്ട് വേണ്ടിയിട്ട് ജിറ്റ്സ് ശടക്കണം. കണ്ടിട്ടില്ല, ഒന്ന് കണ്ടവിടുന്നോളി. കളിക്കാൻ ഭയങ്കര രസമുണ്ട് ഗെയിം കളിക്കാൻ. അതായത് എന്താ സമയം കൂടെ അറിയില്ല ഗെയിം കളിക്കുമ്പോൾ, അതാണ്. ഏതാ കക്കാശിയുടെ വീണി, കക്കാശിയുടെ പകുതി മുക്കാതെ എന്താ ഹെൽത്തും പോയി വിളിച്ച് വരണം. പിന്നെ നല്ല കക്കാശി നല്ല സ്പീഡുണ്ട് ഇതിൽ. എന്താ അപ്പുറത്തെ സാക്കുറ ഉണ്ടെങ്കിൽ എന്താ സാസ്കയുണ്ട്. സാക്കുറയുടെ വലിയ എബിലിറ്റിയൊന്നുമില്ല, നടി കൊടുത്തു. സാസ്ക ഫയർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചില്ല എന്നൊന്നും അറിയില്ല. ചില സമയത്ത് ഈ ടച്ച് വർക്ക് ആവില്ല, നല്ല ബാക്ക് അടിക്കണം. പിന്നെ ജെറ്റ്സ് ഉപയോഗിച്ച് തന്നെ എന്നൊന്നും അറിയില്ല, എങ്ങനെയൊക്കെ വന്നു. നമ്മൾ പിടിച്ച് കക്കാശിനെ പോലും പിടിക്കാൻ പോവുകയാണ്. കക്കാശിനെ തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റൂട്ട് ഈ ജിറ്റ്സ് സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം നമ്മൾ എന്താ ഈ ജിറ്റ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചക്ര പോകും. കളി വെച്ചാൽ
നമ്മൾ വിക്സ് ഉപയോഗിക്കുമ്പോൾ ചക്കര കുറേ പോകുന്നില്ലേ വിക്സ് ഉപയോഗിക്കുമ്പോൾ അതങ്ങനെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ പിന്നെ ബാക്കി ലോഡിങ് സ്ക്രീനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു പറ വളർന്നുകൊണ്ട് അതിനുള്ള ലോഡിങ് സ്ക്രീൻ എന്താ ജയിച്ചിരിക്കുന്നു. ടീം കണ്ടക്ടർ മിഷൻ ടീം വർക്കാണ് കളിച്ചത്, കംപ്ലീറ്റ് ആയിരിക്കുന്നു. ബോണസ് കിട്ടിയിരിക്കുന്നു നമുക്കിവിടെ. ട്രഷർ ബോക്സ് അപ്പിയർ ഉണ്ട് നമ്മുടെ വില്ലേജിൽ. ഇതാ പക്ഷേ എടുക്കാത്ത താല്പര്യമില്ല, പുറമേ കളിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ് ശംഖൂസ് ബ്ലോഗ്. ബൈ ബൈ.